ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വെട്ടിമുറിക്കും, വിഘടനവാദികൾക്ക് ആയുധം നൽകും. കേൾക്കുമ്പോൾ ഓരോ ഭാരതീയന്റെയും രക്തം തിളയ്ക്കുന്ന ഈ വാക്കുകൾ ഉയരുന്നത് പാകിസ്ഥാനിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ അയൽ രാജ്യമായ ഇന്ത്യ കൈപിടിച്ച് ഉയർത്തിയ ബംഗ്ലാദേശിൽ നിന്നാണ്. ധാക്കയിൽ ഇന്ത്യൻ പതാകയ്ക്കും പ്രധാനമന്ത്രിക്കുമെതിരെ അക്രമം അഴിച്ചുവിടുന്ന അരാജകവാദികൾ ഇപ്പോൾ ഇന്ത്യയുടെ അഖണ്ഡതയെ തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ത്യ ഇത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കില്ല. ന്യൂഡൽഹിയിൽ നിന്ന് ശക്തമായ മറുപടി ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. ഇന്ത്യയുടെ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട്. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനെതിരെ ഉയർന്ന സുരക്ഷാ ഭീഷണികൾക്കും ബംഗ്ലാദേശ് നേതാക്കളുടെ വിഷം വമിക്കുന്ന പ്രസ്താവനകൾക്കുമെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ MD റിയാസ് ഹമീദുള്ളയെ നേരിട്ട് വിളിച്ചു വരുത്തി ഇന്ത്യ കടുത്ത പ്രതിഷേധം അറിയിച്ചു. ഇങ്ങനെയുള്ള ഔദ്യോഗിക പ്രതിഷേധത്തിനെ ഡിമാർച്ച് എന്നാണ് പറയുന്നത്. ഇതൊരു സാധാരണ കൂടിക്കാഴ്ച ആയിരുന്നില്ല. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയരുന്ന ഭീഷണികൾ വച്ചുപൊറുപ്പിക്കില്ല എന്ന കർശനമായ താക്കീതാണ് മോദി സർക്കാർ ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നത്. എന്താണ് ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം? ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളും നിലവിലെ ഭരണ സംവിധാനത്തിലെ പ്രമുഖനുമായിട്ടുള്ള ഹസ്നത്ത് അബ്ദുള്ള നടത്തിയ പരാമർശമാണ് അതിരുകടന്നത്. ധാക്കയിൽ നടന്ന റാലിയിൽ അയാൾ പറഞ്ഞത് ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ ബംഗ്ലാദേശിന് സാധിക്കുമത്രേ. ഇതിനായി വിഘടനവാദികൾക്കും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും ബംഗ്ലാദേശ് അഭയം നൽകുമത്രേ. ഇങ്ങനെയാണ് ഇയാൾ പരസ്യമായ ഭീഷണി മുഴക്കിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്ന തലത്തിലേക്ക് വരെ അവിടുത്തെ അരാജകത്വം വളർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിനു ശേഷം മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റപ്പോൾ മുതൽ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധത ആളിക്കത്തുകയാണ്. അന്ന് കലാപത്തെ തുടർന്ന് നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ നമുക്ക് ഒഴിപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാകേണ്ടതിന് പകരം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തീവ്രവാദികളെ പ്രീണിപ്പിക്കാനാണ് പുതിയ ബംഗ്ലാദേശ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ സൗഹൃദത്തെ ദൗർബല്യമായി കാണുന്നവർ ചരിത്രം മറക്കരുത്. 1971 ബംഗ്ലാദേശ് എന്ന രാജ്യം ഭൂപടത്തിൽ വന്നത് ഇന്ത്യയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ധാക്കയിലെ പുതിയ ഭരണാധികാരികൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇത് പഴയ ഇന്ത്യ അല്ല. സ്വന്തം പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടിയാൽ അത് ഒടിച്ചു മാറ്റാൻ കെൽപ്പുള്ള പുതിയ ഇന്ത്യയാണ്. ഇന്ത്യയെ വെട്ടിമുറിക്കുമെന്ന വ്യാമോഹമൊക്കെ കൊള്ളാം, പക്ഷേ അത് നടപ്പിലാക്കാൻ ആള് ബാക്കി ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. എന്തായാലും അടുത്ത് തന്നെ അജ്ഞാതന്റെ പൂണ്ട് വിളയാട്ടം ബംഗ്ലാദേശിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.